Alhamdulillahi Rabbil Alameen. Ashhadu an la ilaha illallah waliyyus salihin. Ashhadu anna Muhammadan abduhu wa rasuluhu rahmatan lil alamin. Wal aqibatu lil muttaqin. Wala udwana illa 'alal zalimin. A'udzu billahi as-sami'il 'alim من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا ذلك جزاؤهم جهنم بما كفروا واتخذوا آياتي ورسلي هزوا إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا صدق الله مولانا العلي العظيم. പ്രിയം നിറഞ്ഞ ഈ പരിപാടിയുടെ അധ്യക്ഷൻ KIG കുവൈത്ത് പ്രസിഡന്റ് ജനാബ് ഫൈസൽ മഞ്ചേരി, ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന KIG കുവൈത്ത് വൈസ് പ്രസിഡന്റ് ജനാബ് സക്കീർ ഹുസൈൻ തൂർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്കരരായ സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പടച്ചതമ്പുരാൻ നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ ഒരു അമലായി രേഖപ്പെടുത്തി അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിപാടി ഏതൊരു നല്ല ഉദ്ദേശ ലക്ഷ്യത്തിലാണോ സംഘടിപ്പിക്കപ്പെട്ടത്, അതിൻ്റെ പരിപൂർണ ഫലപ്രാപ്തിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ എത്തിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനാണ് നമ്മൾ ഇത്തരത്തിലിവിടെ ഒരുമിച്ച് ചേരുന്നതിൻ്റെ കാരണം. ഇത്തരം വേദികൾ എനിക്കോ ഇവിടെയുള്ള പ്രഭാഷകർക്കോ ശ്രോതാക്കളായിരിക്കുന്ന നിങ്ങൾക്കോ പുതിയ ഒരു അനുഭവമല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ റമദാനിൽ ഒരുമിച്ച് ചേർന്ന് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഒന്നിൽ കുറച്ച് സമയം ചിലവഴിച്ച് അള്ളാഹുവിൻ്റെ മാലാഖമാരുടെ വലയവും അവൻ്റെ കാരുണ്യത്തിൻ്റെ വർഷവും ലഭ്യമാക്കാൻ ഇത്തരം ഒരു അവസരം നമുക്ക് ഉപകാരപ്പെടുമെന്ന ഒരു എളിയ വിചാരം തന്നെ ഈ പരിപാടിയുടെ ഉദ്ദേശ്യ ലക്ഷ്യം നിറവേറ്റാൻ പര്യാപ്തമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നല്ലത് പറയാൻ എനിക്കും നല്ലത് ഉൾക്കൊള്ളാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറുദുവിൽ പ്രസിദ്ധമായ ഒരു കവിതാശകലമുണ്ട്. മൗസം അച്ഛാ പാനി വാഫിർ മിട്ടി ബി ദർഖേസ് ജിസ്നെ അപ്നെ കേത് ന സീച്ചാ വോ കൈസാ ദഹ്കാൻ. ഉറുദു കവി പറയുകയാണ്, മൗസം അച്ഛാ നല്ല തെളിഞ്ഞ കാലാവസ്ഥ, പാനി വാഫിർ വളരെ സമൃദ്ധമായ വെള്ളം,
മിട്ടി ബി ദർഖേസ്, മണ്ണാകട്ടെ ഫലഭൂയിഷ്ടവും. ജിസ്നെ ഖേത് അപ്നെ ഖേത് ന സീച്ചാ വോ കൈസാ ദഹ്കാൻ. എന്നിട്ടും കൃഷിയിറക്കാത്ത കർഷക, നിന്റെ കാര്യം എത്ര കഷ്ടം എന്ന് ഉറുദു കവി ചോദിക്കുന്നുണ്ട്. ഒരു കർഷകന് തൻ്റെ വിളവിനെ കുറിച്ച് സ്വപ്നം കാണാൻ ഏറ്റവും നല്ല അനുകൂല സാഹചര്യങ്ങൾ, വെള്ളവും കാലാവസ്ഥയും ഒപ്പം മണ്ണും അതിൻ്റെ ഏറ്റവും നല്ല അനുകൂലാവസ്ഥയിൽ തരപ്പെട്ടിട്ടും ഉപകാരപ്പെടുത്താത്തവൻ അവൻ ബുദ്ധിയില്ലാത്ത കർഷകനാണ്. പ്രവാചകന്റെ ഭാഷയിൽ ബുദ്ധിയില്ലാത്തവനല്ല, മറിച്ച് തുലഞ്ഞുപോയവനാണ്. പ്രവാചകൻ അത്തരത്തിൽ പ്രാർത്ഥിക്കുകയല്ല, ആ വിഷയത്തിന് ആമീൻ പറയുക വരെ ചെയ്തിട്ടുണ്ട്. അമീനുസ് സമാഇ യദ്ഉ വ അമീനുൽ അർളി യുഅമ്മിൻ. ആകാശത്തിലെ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം ആണ് ആ പ്രാർത്ഥന നടത്തിയത്. വ അമീനുൽ അർളി യുഅമ്മിൻ, ഭൂമിയിലെ അമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹമാണ് ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞത്. 3 പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. അതിലൊരു പ്രാർത്ഥന റമളാൻ ലഭിച്ചിട്ടും ഉപകാരപ്പെടുത്താത്തവനെ കുറിച്ചാണ്. തനിക്ക് അനുകൂലമായി ഉപയോഗിക്കാൻ സാധിക്കാത്തവനെ കുറിച്ചാണ്. റഗ്മൻ ഫിംരിഇൻ അദ്റക റമളാൻ ഫലം യുഗ്ഫറ ലഹു അബ്അദഹുല്ലാഹ്. റമളാൻ വന്നു, റമളാൻ നിന്നു, റമളാൻ പോയി, പക്ഷെ ആൾക്ക് മാറ്റമില്ല. അയാൾക്ക് പ്രത്യേകിച്ച് അയാൾക്ക് തന്നെ തോന്നുന്ന ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അബ്അദഹുല്ലാഹ്, അല്ലാഹു അവനെ തുലച്ച് കളയട്ടെ. ഫഖുൽതു ആമീൻ. ഈ ജിബ്രീൽ അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയപ്പോ അതാണ് ഞാൻ ആമീൻ പറയാൻ കാരണമെന്ന് സ്വന്തം സ്വഹാബകളോട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചരിത്രം നമുക്ക് അവർക്കും അറിയാം. അതുകൊണ്ട് പരിശുദ്ധ റമളാനിനെ കുറിച്ച് ഒരുപാട് സംസാരങ്ങൾ ഇനിയും കേൾക്കാനുള്ളത് കൊണ്ട് തീർച്ചയായും അതിനെക്കുറിച്ച്, അതിൻ്റെ ഫിഖ്ഹ്, അതിൻ്റെ ഷർത്ത്, അതിൻ്റെ റുക്ന് വശങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നവരായതുകൊണ്ട് ആ വിഷയം സംസാരിക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ കഹ്ഫിന് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആലോചനക്ക് വഴിമരുന്നിട്ട 4-5 സൂക്തങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി ആ പ്രതലത്തിൽ നിന്ന് സംസാരിക്കാനാണ് കരുതുന്നത്. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ, പ്രവാചകരെ അവരോട് പറയുക, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. ആരാണ് ഏറ്റവും നഷ്ടകരമായി ഈ ലോകത്ത് പ്രവർത്തിച്ച് കൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ച് പോയത് എന്ന് നാം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ. അവർ ഈ ഭൂമിയിൽ ചെയ്തതെല്ലാം വഴിപിഴച്ചു പോയിട്ടുണ്ട്. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. പക്ഷേ വേറൊരു പ്രത്യേകതയുണ്ട്. ചെയ്തതെല്ലാം വഴിപിഴച്ചതാണെങ്കിലും അവർ കരുതുന്നത് അന്നഹും യുഹ്സിനൂന സുൻആ, ഞങ്ങൾ ചെയ്തതൊക്കെ വലിയ എന്തോ മഹത്തരമായ കർമ്മങ്ങളായിരുന്നുവെന്ന്. ഉലൈക അല്ലദീന കഫറു ബിആയാതി റബ്ബിഹിം വലിഖാഇഹി. അല്ലാഹുവിന്റെ ആയത്തുകളെ നിഷേധിച്ച കൂട്ടരാണവർ. വലിഖാഇഹി, അല്ലാഹുവെ കണ്ടുമുട്ടുമെന്നുള്ള ബോധ്യം പോലും നഷ്ടപ്പെട്ടവരാണവർ. ഫഹബിതത അഅമാലുഹും, പ്രത്യക്ഷത്തിൽ വീർത്തെങ്കിലും പൊട്ടിപ്പോയ കർമ്മങ്ങളാണ് അവരുടേത്. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന. നാളെ ഖിയാമത്ത് നാളിൽ അവർക്ക് ഒരു തെരിമ്പ് പോലും അവരുടെ കർമ്മങ്ങൾ
നാം അവർക്ക് തൂക്കമായി അനുവദിച്ചു കൊടുക്കുന്നതല്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാം. ജീവിതത്തിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്തൊക്കെയോ ചെയ്യാനുള്ള അങ്ങേയറ്റത്തെ നെട്ടോട്ടത്തിലുള്ള ആളുകൾ എന്നുള്ള നിലയിൽ നമ്മുടെ കർമ്മങ്ങളെ അടക്കിയൊതുക്കി അതിന് ചില ചിട്ടവട്ടങ്ങൾ നാം പഠിപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യതയെയും ആവശ്യകതയെയും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന വിശുദ്ധ ഖുർആനിലെ ഒരുപാട് സൂക്തങ്ങളിൽ വളരെ പ്രസക്തമായ ഒന്നാണ്. അപ്പോൾ സ്വാഭാവികമായും വിശ്വാസിയുടെ ജീവിത നിലപാട്, വിശ്വാസിക്ക് തൻ്റെ ജീവിതത്തിലെ ഓരോ കർമ്മങ്ങളെക്കുറിച്ചും നോക്കിക്കാണേണ്ടുന്ന ഓരോ സംഗതികളെയും അവൻ വിവക്ഷിക്കേണ്ടുന്ന പ്രതലം, അതിനെക്കുറിച്ചാണ് സ്വാഭാവികമായും നമ്മളുടെ ചിന്ത ഈ വിഷയത്തിൽ സ്വാഭാവികമായും ചർച്ചയ്ക്ക് വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. പരിശുദ്ധ റമദാനും അത്തരത്തിൽ ഒരു വിശേഷണം അർഹിക്കുന്ന ഒരു മാസമാണ്. ഷഹ്റുൽ ഖുർആൻ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അവതീർണമായ മാസം എന്നുള്ളതിന് പുറമെ ഷഹ്റു സ്വബർ, അടിയുറച്ച സ്വബറിന്റെ ഒരു മാസം എന്നൊരു വിശേഷണം കൂടി പരിശുദ്ധ റമദാനിനുണ്ട്. സ്വബർ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ്. ക്ഷമയും സഹനവും എന്നുള്ള പതിവ് അർത്ഥത്തിനപ്പുറമായി ജീവിതത്തിൽ ഓരോ കാൽവെപ്പുകളിലും വിശ്വാസിക്ക് ഇത് തന്നെയാണ് എൻ്റെ നിലപാടെന്നറിഞ്ഞ് നിലപാടുറപ്പിക്കാനുള്ള ഒരു പേര് കൂടിയാണ് ഇസ്ലാമിൽ സ്വബർ. ആ സ്വബറിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമാ യുവഫസ്സാബിറൂന ബിഗൈരി ഹിസാബ്, ജീവിതത്തിൽ അടിയുറച്ച നിലപാടുകളുള്ളവർ, ജീവിതത്തിൽ എന്ത് സഹിച്ചും എന്ത് ക്ഷമിച്ചും എന്ത് കൈയൊഴിച്ചും തൻ്റെ നിലപാടിന് വേണ്ടി നിൽക്കുന്നവർ, അങ്ങനെ ഒരു അർത്ഥം കൂടി സ്വബറിനുണ്ട്. സ്വബറിനെ പണ്ഡിതന്മാര് പല അർത്ഥത്തിൽ വിവക്ഷിച്ചിട്ടുണ്ട്. ഒന്ന്, രോഗങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുക, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ക്ഷമിക്കുക. മറ്റൊന്ന്, തെറ്റുകുറ്റങ്ങളിലേക്ക് പോകാതെ, തെറ്റുകുറ്റങ്ങൾ സാഹചര്യങ്ങൾ മുന്നിലുണ്ടായിട്ടും അതിനുവേണ്ടി അതിലേക്ക് പോകാതെ ക്ഷമിക്കുക. നന്മകൾ ചെയ്ത് ആ മാർഗത്തിൽ മുന്നേറി നന്മയുടെ മാർഗത്തിൽ ക്ഷമിക്കുക. ക്ഷമിക്കുക എന്നുള്ള മലയാള പദം അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമോ, വിവർത്തനം ചെയ്യാൻ പര്യാപ്തമായ ഒരു പദമാണോ എന്നുള്ള ഒരു ആലോചനക്ക് കൂടി നമുക്ക് വഴി നൽകുന്ന ഒന്നാണ് ഇന്നമാ യുവഫസ്സാബിറൂന ബിഗൈരി ഹിസാബ്. വിശുദ്ധ ഖുർആനിലെ 100-ലധികം സ്ഥലങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പദമാണ് സ്വബർ. അള്ളാഹുവിന്റെ മാർഗത്തിലെ സ്വബർ, അത് ആ ഒരർത്ഥത്തിൽ തന്നെ ജീവിത നിലപാടാക്കി എടുക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ളവർക്കാണ് അള്ളാഹുവിന്റെ സ്വർഗം ഒരുക്കപ്പെട്ടിട്ടുള്ളത്. ആ സ്വർഗം നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ കാണുന്ന, നമ്മൾ കേൾക്കുന്ന ഏതനുഭവത്തെക്കാളും വലുതാണ്. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുദ്സിയായ ഒരു ഹദീസ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയുകയാണ്, അഅദത്തു ലിഇബാദിയ സ്വാലിഹീൻ, എൻ്റെ അടിമകൾക്ക് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു. എന്താണ് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്? മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വമാലാ ഖത്തറ അലാ ഖൽബി ബശർ, ഒരു ചെവിയും കേൾക്കാത്തത്, ഒരു കണ്ണും കാണാത്തത്, ഒരു മനസ്സിനും സങ്കല്പിക്കാനാകാത്തത്, അതിന്റെ പ്രതിഫലം വലുതാണ്. ആ പ്രതിഫലം വിശുദ്ധ ഖുർആനിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം പറഞ്ഞത്, ഇഖ്റഉ മാ ശിഅ്തും, വേണമെങ്കിൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഈ ആയത്ത് കൂടി നിങ്ങൾ ഓതിക്കോളൂ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, എന്താണെന്നറിയില്ല നിങ്ങൾക്കുള്ള പ്രതിഫലം. സ്വർഗം എന്ന പേരിലൊക്കെ നിങ്ങളത് പ്രതീക്ഷിക്കണം.
അതെന്തോ സങ്കല്പമായി മാത്രമാണ് നിങ്ങൾക്ക് കരുതാൻ സാധിക്കുക. فَلَا تَعْلَمُ نَفْسٌ مَّا أُخْفِيَ لَهُم مِّن قُرَّةِ أَعْيُنٍ جَزَاءً بِمَا كَانُوا يَعْمَلُونَ. അതെന്താണ് എന്നുള്ളത് കാണുമ്പോൾ, അവിടെ അനുഭവിക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു ഏർപ്പാടാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആന്റെ ഈ ആയത്ത് ഉദ്ധരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയോട് പറഞ്ഞു, ഈ ആയത്ത് കൂടി അത് നിങ്ങൾ ഓതിക്കോളൂ. ഇതിനെ കുറച്ചുകൂടി വ്യക്തമാക്കി സ്വർഗപ്രവേശനം സാധ്യമാകുന്ന വിഭാഗം അബൂ ഹുറൈറ തന്നെ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, അവ്വലു സുംറ യദ്ഖുലൂനൽ ജന്ന, ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കൂട്ടർ, അലാ സൂറത്തുൽ ഖമർ ലൈലത്തുൽ ബദർ, 14-ാം രാവിന് ഒരു നിറവാർന്ന പൂർണ്ണ ചന്ദ്രനെ എങ്ങനെയാണോ നിങ്ങൾ ദർശിക്കുന്നത്, അതിലും തെളിച്ചത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആദ്യ വിഭാഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു. പ്രവാചകൻ അതിനുശേഷമുള്ള വിഭാഗം സുമ്മല്ലദീന യലൂനഹും, അവരെ തുടർന്ന് വരുന്നത് ആരാണ്? അലാ അശദ്ദി കൗകബിൻ ദുർരിയിൻ ഫിസ്സമാ, ആകാശത്ത് നിങ്ങൾ നോക്കിയാൽ ഏറ്റവും സുന്ദരമായി കത്തി നിൽക്കുന്ന നക്ഷത്രം, അക്കൂട്ടത്തിൽ ഏറ്റവും ശോഭയുള്ള നക്ഷത്രം, അതുപോലെയായിരിക്കും അതിന് ശേഷം വരുന്നത്. അതായത് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ സ്വർഗം എന്നുള്ള ഭാവനയെ വളരെ മനോഹരമായിട്ടാണ് വിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവതരിപ്പിക്കുന്നത്. ഒരുപാട് പ്രാർത്ഥനകൾ പഠിക്കാനും പഠിപ്പിക്കാനും നിർദ്ദേശിച്ച കൂട്ടത്തിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വഹാബികൾക്ക് ഞാനും നിങ്ങളും ഒക്കെ പഠിക്കേണ്ട പ്രാർത്ഥനയാണ്. സ്വർഗം ചോദിച്ചു വാങ്ങണം. സ്വർഗം നിങ്ങൾ അല്ലാഹുവോട് ചോദിക്കണം. എന്താണ് ആ ചോദ്യം? എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ നഈമഹ, അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗം ആവശ്യപ്പെടുന്നു. വ നഈമഹ, നീ വിവരിച്ച വിധം അതിന്റെ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭ്യമാകാനും ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു. വമാ യുഖർരിബുനി ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ, ആ സ്വർഗത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന, അതിലേക്ക് എന്റെ സാമീപ്യം കുറെ കൂടി സാധ്യമാക്കുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ വാക്കുകൾ എന്നിൽ നിന്നുണ്ടാകാൻ അല്ലാഹുവേ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു. നിങ്ങൾ ചോദിക്കുക അല്ലാഹുവിനോട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചോദിക്കേണ്ടത് ഏത് സ്വർഗത്തിനാണ്? പ്രവാചകൻ പറഞ്ഞു അൽ ഫിർദൗസിൽ അഅ്ല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ജന്നാത്തിൽ ഫിർദൗസ്, അല്ലാഹുവേ ഫിർദൗസാണ് എനിക്ക് തരേണ്ടത്, സ്വർഗം അല്ല. സ്വർഗം തന്നെ വ്യത്യസ്ത തട്ടം. നിങ്ങൾ സങ്കല്പിക്കുന്ന സ്വർഗമല്ല. അതായത് സ്വർഗത്തെ കുറിച്ചുള്ള ഭാവന ഒരു മനുഷ്യൻ ഇതാണ് എന്ന് കരുതുമ്പോൾ അതിനപ്പുറമായി വിവരിച്ച് വർണ്ണിച്ച് വിശാലമാക്കുകയാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. നമ്മളേവരും മനഃപ്പാടമാക്കിയിരിക്കാൻ സാധ്യതയുള്ളൊരു പ്രാർത്ഥനയെ ചൂണ്ടിക്കാട്ടി പ്രവാചകൻ പറഞ്ഞു, ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എപ്പോഴും പറഞ്ഞാൽ നാളെ സ്വർഗത്തിൽ നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകും. സ്വർഗപ്രവേശനം സാധ്യമാകുമെന്ന് മാത്രമല്ല, സ്വർഗത്തിലേക്ക് പോകുന്നത് മുത്തുനബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചുകൊണ്ടായിരിക്കും. ഏതാണ് ആ പ്രാർത്ഥന? ഏതാണ് ആ സ്റ്റേറ്റ്മെന്റ്, പ്രസ്താവന? റളിതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യൻ വറസൂല. റളിതു ബില്ലാഹി റബ്ബൻ, ഞാൻ അല്ലാഹുവെ റബ്ബായി തൃപ്തിപ്പെട്ടു. അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്നുള്ളത് എനിക്കറിവുള്ള കാര്യമാണ്, പക്ഷെ ഞാൻ അത് തൃപ്തിപ്പെട്ടു. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമാണ് ദീന് എന്നുള്ള ഒരു അറിവ് എനിക്കുണ്ട്, പക്ഷേ അത് ഞാൻ തൃപ്തിപ്പെടും. വബി മുഹമ്മദിൻ നബിയ്യൻ വറസൂല, എൻ്റെ ജീവിതത്തിൽ വേറൊരിടത്തും സന്മാർഗം ഞാൻ തേടിപ്പോകേണ്ടതില്ലാത്ത വിധം എനിക്ക് മാർഗദർശിയായി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ തൃപ്തിപ്പെടുന്നു.
ഇത് പറയുമ്പോൾ നമുക്ക് തോന്നും, ഇതിങ്ങനെ പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? ഇത് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം. ഇങ്ങനെയുള്ള ഒരുപാട് ഹദീസുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് വചനങ്ങൾ, അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ ആയത്തുകൾ, ഇതിനിടയിലാണ് നമ്മളുടെ സ്വർഗത്തെക്കുറിച്ചുള്ള ഭാവനകളുള്ളത്. ആ ഭാവനകളെ ഏറ്റവും ലളിതമായി യാഥാർത്ഥ്യവൽക്കരിക്കാൻ, അതല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എത്തും വിധം അതിനെ ക്രമീകരിക്കാൻ സാധ്യമാകുന്ന വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഒരു ടെക്നിക്ക്, അതല്ലെങ്കിൽ പ്രവാചകന്റെ മദ്രസയിലുള്ള പ്രവാചക ശിഷ്യന്മാർ അവർ അഭ്യസിപ്പിക്കപ്പെട്ട പ്രവാചക അധ്യാപനം, അതാണ് നമ്മൾ ആ വിഷയത്തിൽ ചെയ്യേണ്ടി വരുന്നത്. ഈ ഹദീസ് തന്നെ അതിന്റെ ഉദാഹരണമാണ്. റളീതു ബില്ലാഹി റബ്ബൻ, ഞാൻ അല്ലാഹുവിനെ റബ്ബായി, വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായി, വബി മുഹമ്മദിൻ നബിയ്യൻ വറസൂല, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ ദൂതനായി അറിയുന്നു, മനസ്സിലാക്കുന്നു എന്നതിലുപരി തൃപ്തിപ്പെടുന്നു എന്നാണ് ഈ വാക്ക് പറയുന്നത്. അപ്പോൾ അത് ജീവിതത്തിന്റെ ഒരു നിലപാടാണ്. തൃപ്തിപ്പെടുക എന്ന് പറയുമ്പോൾ മനുഷ്യർ പലർക്കും സാധ്യമാകാത്ത ഒരു ജീവിത നിലപാടാണ്. തൃപ്തിയില്ലായിരിക്കും. അള്ളാഹുവിലേക്ക് പോകുന്നത് തന്നെ തൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ്. ഈ ജീവിതത്തെ സംബന്ധിച്ച് തൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ് പലരും അള്ളാഹുവിലേക്ക് പോകുന്നത്. ജീവിതത്തിൽ പലതും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹുവിലേക്ക് പോകുന്നത്. ജീവിതത്തിൽ കിട്ടിയത് പലതും നഷ്ടപ്പെടുമ്പോഴാണ് അള്ളാഹുവിലേക്ക് പലരും തിരിച്ചു വരുന്നത്. അപ്പോ സ്വാഭാവികമായും ഇത് അതിനേക്കാൾ ഉയർന്നൊരു നിലപാടാണ്. റളീതു ബില്ലാഹി റബ്ബൻ, അള്ളാഹു എൻ്റെ റബ്ബായി ഞാൻ തൃപ്തിപ്പെടുന്നു. ഇസ്ലാമിൽ എല്ലാ പ്രാർത്ഥനയും അങ്ങനെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുറപ്പെടുമ്പോൾ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന, ഒരുപക്ഷെ നിങ്ങൾ പലരും മനഃപ്പാഠമാക്കിയിട്ടുള്ള പ്രാർത്ഥനയായിരിക്കും. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ എന്ന് തുടങ്ങുന്ന വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥനയല്ല, മറിച്ച് യാത്ര ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫി സഫർ, അല്ലാഹുവേ നീയാണ് ഈ യാത്രയിൽ എൻ്റെ കൂടെയുള്ള സാഹിബ്, സുഹൃത്ത്. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, എൻ്റെ വീട്ടിലെ ഖലീഫ, എൻ്റെ വീട്ടിൽ ഞാൻ ബാക്കിയാക്കി പോകുന്നത് നിന്നെയാണ്. അല്ലാഹുമ്മ സ്ഹബ്നാ ഫീ സഫരിനാ ഹാദാ, അല്ലാഹുവേ ഈ യാത്രയിൽ എന്നോടൊപ്പം നീ വരണം. വഖ്ലിഫ്നാ ഫീ അഹ്ലിനാ, എൻ്റെ വീട്ടിലും നീ ബാക്കി ഉണ്ടാകണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇ സഫർ, ഈ യാത്രയുടെ ദുരന്ത പര്യവസായിയായ ഒരു ചിത്രം ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. അതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. വകആബത്തിൽ മൻളർ, ദുരന്തങ്ങൾ. വസൂഇൽ മുൻഖലബ് ഇലൽ മാലി വൽ അഹ്ൽ, ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ ധനം, എൻ്റെ കുടുംബം, അതിന് വന്നു ചേർന്നേക്കാവുന്ന നഷ്ടം, മാനഹാനി, ഇതിനെക്കുറിച്ചൊക്കെ നിന്നോട് അഭയം തേടുന്നു. ഈ പ്രാർത്ഥന പ്രത്യക്ഷത്തിൽ ഒരു പ്രാർത്ഥനയാണ്, പക്ഷെ അതൊരു പ്രസ്താവനയാണ്. അള്ളാഹുവിനെ മുൻനിർത്തി ഒരു വിശ്വാസി പറയുകയാണ് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത്. റളീതു ബില്ലാഹ്, അള്ളാഹുവിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ഒരാൾ നടത്തുന്ന സമ്മതമാണ് ആ പ്രാർത്ഥന മുഴുവൻ. എൻ്റെ വീട്ടിൽ ദുരന്തമുണ്ടാകുമെന്ന് അറിഞ്ഞാൽ ഞാൻ ഒരിക്കലും പോവില്ല. പക്ഷെ ദുരന്തമുണ്ടാകും, ഉണ്ടായാലും നീയുണ്ട് എന്നുള്ളൊരു ബോധമാണ് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നത് എന്നുള്ള പ്രസ്താവനയാണ് ആ പ്രാർത്ഥനയിലൂടെ സംഭവിക്കുന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, യാത്രാവശ്യത്തിനൊന്നും അല്ലാതെ തന്നെ പുറത്തിറങ്ങുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ യുളമ അലയ്യ ഔ അജ്ഹല ഔ യുജ്ഹല അലൈ. അല്ലാഹുവേ ഞാൻ പ്രാർത്ഥിക്കുന്നു, അൻ അളില്ല, ഞാൻ വഴിപിഴച്ചു പോകുന്നത്, ഔ ഉളല്ല, അതല്ലെങ്കിൽ ഞാൻ സ്വയം നിലക്ക് വഴിപിഴച്ചില്ലെങ്കിലും മറ്റൊരാൾ ഞാൻ വഴി പിഴപ്പിക്കപ്പെടുന്നത്, ഔ അസില്ല, ഞാൻ വീണുപോകുന്നത്, ഔ ഉസല്ല, മറ്റൊരാളാൽ വീഴ്ത്തപ്പെടുന്നത്, ഔ അളിമ, ഞാൻ ആർക്കെങ്കിലും ദ്രോഹം ചെയ്യുന്നത്, ഔ ഉലമ, മറ്റൊരാളാൽ ഞാൻ ദ്രോഹിക്കപ്പെടുന്നത്, ഔ അജ്ഹല, ഞാൻ അജ്ഞാനിയായി പോകുന്നത്,
ഔ യുജ്ഹല അലയ്യ, ഞാൻ അജ്ഞാതനായി പോകുന്നത്. ഇത് ഒരു പ്രസ്താവനയാണ്, പ്രാർത്ഥനയാണ്, പക്ഷെ പ്രസ്താവനയാണ്. എന്തിന്? ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഅഹ്യ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥനയാണ്, കൂലി കിട്ടുമെന്ന് കരുതി രാത്രി കിടന്നുറങ്ങുമ്പോൾ പറയുന്നതും പ്രസ്താവനയാണ്. പ്രാർത്ഥനയാണ്, കൂലി കിട്ടണമെന്ന് കരുതി ചെയ്യേണ്ട ഒരു സാധനമല്ല, പ്രസ്താവനയാണ്. ബിസ്മിക റബ്ബി വളഅതു ജംബി, പടച്ചോനെ നിന്റെ നാമത്തിൽ ഞാനിതാ എന്നെ വെച്ചു. വബിക അർഫൗഹ, നിന്നെ കൊണ്ട് മാത്രം ഞാൻ അത് ഉയർത്തുന്നു. ഇൻ അംസക്ത ഫർഹംഹ, നീ അതിനെ പിടിച്ചാൽ അതിനോട് കരുണ കാണിക്കണം. വഇൻ അർസൽതഹ, ഇനി അതെല്ലാം നാളത്തെ ഒരു ദിവസം കൂടി ബോണസായി നീ എനിക്ക് തന്നാൽ ഫഹ്ഫൽഹ കമാ തഹ്ഫലു ബിഹി ഇബാദക സ്വാലിഹീൻ, നീ സച്ചരിതരായ അടിയാറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി എന്നെ സംരക്ഷിച്ചു കൊള്ളണം. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് സ്വർഗം എന്ന് പറയുന്ന ഒരു ലക്ഷ്യം മുന്നിൽ വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ, അതിലൊരുപാട് കർമ്മങ്ങളുടെയും പ്രാർത്ഥനകളുടെയും രൂപം നമുക്കുണ്ടെങ്കിൽ തന്നെയും അത് മനസ്സിന്റെ ബോധ്യമാകുന്നത് വരേക്കും, മനസ്സിന്റെ പ്രസ്താവനകളാകുന്നത് വരേക്കും അതിൻ്റെ അന്തസാര ശൂന്യത, അതിൻ്റെ അർത്ഥമില്ലായ്മ, അതിനെക്കുറിച്ച് നിങ്ങൾ അതല്ലെങ്കിൽ ഞാനടക്കം ആലോചിക്കണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ ഉദാഹരിക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ തെറ്റിപ്പോകാറുള്ള ഒരു മുൻഗണനാക്രമമുണ്ട്. എല്ലാവരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെയും ഉദാഹരണം മാത്രമാണ് പറയാറുള്ളത്. കൂടി വന്നാൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെയും റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെയും, അതല്ലെങ്കിൽ അൽ അശറ അൽ മുബശ്ശറ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മറ്റ് സഹാബിമാരുടെയൊക്കെ ചരിത്രം പറയും. പക്ഷെ എന്നാലും നമുക്ക് ഏറ്റവും ടോപ്പ് ഉദാഹരണം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഉദാഹരണമായിരിക്കും. കാരണം അതാണ് നമ്മൾ വെച്ചിട്ടുള്ള ഒരു ക്രൈറ്റീരിയ. പക്ഷെ ആ സമൂഹത്തിൽ ഒരൊറ്റ ഉമറേ ഉള്ളൂ. നമ്മൾ എല്ലാവരോടും പറയാ എല്ലാവരും ഉമറാവണം. ലക്ഷക്കണക്കായ ഒരു സദസ്സിനോടും നമ്മൾ പറയാ എല്ലാവരും സമൂഹത്തിൽ ഉമർ ഉണ്ടാവില്ല, എല്ലാവരും അബൂബക്കറും ഉണ്ടാവില്ല, എല്ലാവരും ഉസ്മാനും എല്ലാവരും അലിയും. വ്യത്യസ്തരായ ആളുകളെ ഉൾക്കൊള്ളുന്ന ശേഷിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ പ്രസ്ഥാന സ്വഭാവത്തെയും സവിശേഷമാക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് ഉമറിനെ തരണം. രണ്ടാലൊരു ഉമറിനെ, ഉമർ ബിൻ ഖത്താബിനെയോ അംർ ബിൻ ഹിഷാമിനെയോ ഇസ്ലാമിനെ അവരുടെ സാന്നിധ്യം കൊണ്ട് ശക്തിപ്പെടുത്തണമെന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കാനുള്ള കാരണം അബൂബക്കർ സിദ്ദീഖിന് ഉമറിന്റെ കഴിവുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അദ്ദേഹത്തിന്റെ കഴിവ്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യോഗ്യത, അതല്ല അലി ഇബ്നു അബീ താലിബിനെ സവിശേഷമാക്കുന്ന അദ്ദേഹത്തിന്റെ യോഗ്യത അതല്ല. ഇതൊന്നുമല്ലാത്ത 1,24,000-ൽ പരം സഹാബി വര്യന്മാർ, ചരിത്രത്തിൽ അങ്ങനെയുള്ളത് 1,24,000-ഓളം പ്രവാചകന്മാരാണ്. അങ്ങനെ ഒരു കോയിൻസിഡൻസ് ഉണ്ട്, ഒരു സാദൃശ്യമുണ്ട് ആ എണ്ണത്തിൽ. ഈ സഹാബിമാർ അവരുടെ ഇടയിൽ സ്വർഗപ്രവേശനം സാധ്യമായ പല ആളുകളെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. വളരെ ചെറിയ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പോയ ആളുകൾ. പേര് പറയപ്പെടാത്ത ഏതോ ഒരു ആറാബിയുടെ ഹദീസ് നമ്മൾ എപ്പോഴും ഉദ്ധരിക്കാറുണ്ടല്ലോ, അദ്ദേഹത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഹദീസ്. പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഒരു ആറാബി, പ്രവാചകരെ എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് താങ്കളിൽ വിശ്വസിക്കണം, അള്ളാഹുവിൽ വിശ്വസിക്കണം, പക്ഷെ അധികം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രവാചകൻ പറഞ്ഞു അധികം കാര്യമൊന്നും ചെയ്യണ്ട, കുറച്ച് നമസ്കാരം, സ്വലാത്ത് അൽ മക്തൂബ, നിർബന്ധമായ നമസ്കാരങ്ങൾ, റമദാനിൽ നോമ്പ് നോൽക്കൽ, നിന്റെ സക്കാത്ത് അതിന്റെ നിസാബത്തിയെ കൊടുക്കൽ, ഹജ്ജ് ചെയ്യൽ, ഇങ്ങനെയുള്ള നിർബന്ധ കർമ്മങ്ങൾ പ്രവാചകനോട് ഇയാൾ പറഞ്ഞു ഞാൻ ഇതിലപ്പുറവും ചെയ്യില്ല, ഇതിൽ കുറച്ചും ചെയ്യില്ല. അദ്ദേഹം തിരിഞ്ഞു നടക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ ഒരു സ്വർഗാവകാശി പോകും, അതിൽ വീഴ്ച വരുത്താത്തിടത്തോളം കാലം അയാൾക്കും സ്വർഗം ഉറപ്പ് നൽകുന്ന ഒരു ഇസ്ലാമിന്റെ വലിയൊരു പരിധിയുണ്ട്. ഒരുപക്ഷെ ഇസ്ലാമിക ചരിത്രത്തിൽ
നമ്മൾ അധികമൊന്നും ഉദ്ധരിക്കാത്ത, ഒരുപക്ഷെ ചരിത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്ഭുതം തോന്നിയ പ്രവാചകന്റെ സ്വഹാബികളിൽ അധികമൊന്നും പ്രസക്തമായി നമ്മൾ ഉദ്ധരിക്കാത്തൊരു പേരാണ് മഹാനായ ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിൻ്റെത്. ഉവൈസ് ഇബ്നു ആമിർ അൽ ഖറനി. ഇമാം സ്വഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം ഫളൽ ഉവൈസ് ഇബ്നു ആമിർ അൽ ഖറനി എന്ന് പറഞ്ഞ് ഉദ്ധരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് ഞാൻ നിങ്ങളുടെ പഠനത്തിന് വേണ്ടി വിട്ടുതരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉവൈസ് ഇബ്നു ആമിറിനെ കുറിച്ച് അറിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്ന ഒരു ചരിത്രമാണത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനോട് പ്രവാചകൻ പറഞ്ഞു, യഅതി അലൈക അഹ്ലൽ യമൻ, യമനിൽ നിന്നൊരു കൂട്ടർ വരും, താങ്കളുടെ അടുക്കിലേക്ക് വരും. വഫീഹിം റജുലുൻ യുഖാലു ലഹു ഉവൈസ് ഇബ്നു ആമിർ, ആ കൂട്ടത്തിൽ ഉവൈസ് ഇബ്നു ആമിർ എന്ന് പറയുന്ന ഒരാളുണ്ടാകും. മിൻ മുറാദ്, അയാൾ മുറാദ് ദേശത്തുള്ള ആളാണ്. സുമ്മ മിൻ ഖറൻ, അയാൾ ഖറൻ ഗോത്രക്കാരനാണ്. വലഹു വാലിദത്തുൻ വഹുവ ബിഹാ ബർറുൻ, ഈ ഉവൈസ് ഇബ്നു ആമിറിന് ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മയോട് പുണ്യം ചെയ്യുന്ന പ്രകൃതക്കാരനാണ് ഉവൈസ് ഇബ്നു ആമിർ. വകാന ബിഹി ബറസുൻ, വേറൊരു ശാരീരിക സവിശേഷത കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. വകാന ബിഹി ബറസുൻ, അദ്ദേഹത്തിന് വെള്ളപ്പാണ്ടിന്റെ അസുഖമുണ്ടായിരുന്നു. ഫബരിഅ മിൻഹു ഇല്ലാ മൗളിഅ ദിർഹം, ഇപ്പോ ഒരു ദിർഹമിന്റെ വട്ടമൊഴിച്ച്, ഒരു നാണയത്തിന്റെ വട്ടമൊഴിച്ച് ബാക്കിയുള്ള ഭാഗത്തൊക്കെ അൽഹംദുലില്ലാഹ് ഇപ്പൊ അസുഖം മാറിയിട്ടുണ്ട്. ഫഇനിസ്തതഅത യസ്തഗ്ഫിറ ലക ഫഫ്അൽ യാ ഉമർ, ഈ ഉവൈസ് ഇബ്നു ആമിറിനെങ്ങാനും കണ്ടുമുട്ടിയാൽ ഉമറെ താങ്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനൊന്ന് അയാളോട് പറഞ്ഞേക്ക്. ഒരുപക്ഷെ ചരിത്രത്തില് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണെന്ന് അറിയാത്ത ആളുകളൊന്നല്ല. ലൗകാന ബഅദി നബിയ്യുൻ ലകാന ഉമർ, എനിക്കു ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ലകാന ഉമർ, അത് ഉമറാകുമായിരുന്നു എന്ന് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഉമറിനോടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപക്ഷെ നിങ്ങളിൽ അധിക പേർക്കൊന്നും ചിലപ്പോൾ പേര് മാത്രം കേട്ട് പരിചയമുള്ള ഉവൈസ് ഇബ്നു ആമിറിനെ കണ്ടാൽ അയാൾ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് താങ്കൾക്ക് ഉപകാരപ്പെട്ടേക്കും. അതല്ലെങ്കിൽ അയാളോട് പറയുന്നേക്കും. ആരാണ് ഉവൈസ് ഇബ്നു ആമിർ? എനിക്കും നിങ്ങൾക്കും ഒക്കെയുള്ള അതേ സംശയം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ യാത്രയും അന്വേഷണവും ഉവൈസ് ഇബ്നു ആമിറിനെ തെരഞ്ഞുകൊണ്ടാണ്. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ ഉവൈസ് ഇബ്നു ആമിർ എവിടെയാണ്? യമനിൽ നിന്ന് ഏതൊരു സംഘവും മദീനയിൽ വന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുമായിരുന്നു, അഫീക്കും ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ഇബ്നു ആമിർ ഉണ്ടോ? ആ സംഘത്തിലൊന്നും ഉവൈസ് ഇബ്നു ആമിർ ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്തഖല ഇല റഫീഖിൽ അഅ്ലാ, അല്ലാഹുവിങ്കലേക്ക് യാത്രയായി. പ്രവാചകന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. 2.5 കൊല്ലക്കാലം നീണ്ടുനിന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഈ ചോദ്യം തുടർന്നു. യമനിൽ നിന്ന് ഏത് സംഘം വന്നാലും 3 ആവശ്യത്തിനാണ് സാധാരണ മക്കയിലേക്കും മദീനയിലേക്കും വരാം. ഒന്നുകിൽ ഹജ്ജ്, അല്ലെങ്കിൽ ഉംറ, അല്ലെങ്കിൽ കച്ചവടം. അഫീക്കും ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ഇബ്നു ആമിർ ഉണ്ടോ? ആ കൂട്ടത്തിൽ ഒന്നും ഉവൈസ് ഇബ്നു ആമിർ ഇല്ല. ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ ഖലീഫയായി. തന്റെ ഭരണകാലഘട്ടത്തിലും ഉവൈസ് ഇബ്നു ആമിറിനെ തെരഞ്ഞുകൊണ്ടുള്ള ഈ അന്വേഷണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിർത്തിയില്ല. ഉവൈസിനെ കണ്ടുമുട്ടിയില്ല. പക്ഷെ ഉവൈസ് ഇബ്നു ആമിറിനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടി, തന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടല്ലാതെ കണ്ടുമുട്ടി. അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുതിയ ഒരു കത്തിനെ തുടർന്നായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കത്ത് എഴുതി. ഉമറിന്റെ കാലത്താണ് ഇസ്ലാമിക രാജ്യം വിപുലപ്പെടുന്നത്.
ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്കും ഇസ്ലാമിക പ്രവിശ്യക്ക് കീഴൊതുങ്ങി വന്ന കാലമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഗവർണർമാർക്ക് കത്തെഴുതി. കൂഫയിലും ബസറയിലും എല്ലാ പ്രദേശത്തുമുള്ള പ്രവിശ്യ ഗവർണർമാർക്ക് കത്തെഴുതി. കത്തിന്റെ ഉള്ളടക്കം ഇതായിരുന്നു: ഇസ്ലാമിക സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് കുറച്ചുപേരെ മുത്തത്തവ്വിഈൻ, വളണ്ടിയർ സേവനം ചെയ്യുന്നതിന് വേണ്ടി കുറച്ചുപേരെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ കത്ത് കിട്ടുന്ന മാത്രയിൽ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇത്തരം ആഗ്രഹമുള്ള സന്നദ്ധതയുള്ള ആളുകളെ മദീനയിൽ റിപ്പോർട്ട് ചെയ്യാൻ പറയണം. ഈ കത്തിന് റിപ്ലൈ ആയി ഒരുപാട് നാട്ടിൽ നിന്ന് ഒരുപാട് സംഘങ്ങൾ മദീനയിൽ വന്നു. യമനിൽ നിന്നും വന്നു. സ്വാഭാവികമായും യമനിലെ സംഘത്തോട് തന്റെ ചോദ്യം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു: അഫീകും ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ഇബ്നു ആമിർ ഉണ്ടോ? അക്കൂട്ടത്തിൽ ഉവൈസ് ഇബ്നു ആമിർ ഉണ്ടായിരുന്നു. ഒരാൾ വന്നിട്ട് പറഞ്ഞു: അന ഉവൈസ് ഇബ്നു ആമിർ, എന്റെ പേര് ഉവൈസ് ഇബ്നു ആമിർ. ഞെട്ടലോടുകൂടി ഉമർ ചോദിച്ചു: മിൻ മുറാദ്, താങ്കൾ മുറാദ് ദേശക്കാരനാണോ? നാം അന മിൻ മുറാദ്, അതെ ഞാൻ മുറാദ് ദേശക്കാരനാണ്. അൻത ഖറനി, താങ്കൾ ഖറൻ ഗോത്രക്കാരനാണോ? അതെ അന ഖറനി, ഞാൻ ഖറൻ ഗോത്രക്കാരനാണ്. വലക വാലിദത്തുൻ, നിനക്കൊരു ഉമ്മയുണ്ടല്ലേ? വഅൻത ബിഹാ ബർറുൻ, നീ ആ ഉമ്മയോട് പുണ്യം ചെയ്യുന്ന പ്രകൃതക്കാരനാണല്ലേ? നഅം, അതെ. വകാന ബിക ബറസുൻ, നിനക്ക് വെള്ളപ്പാണ്ടിന്റെ അസുഖമുണ്ടായിരുന്നു. ഫബരിത മിൻഹു ഇല്ലാ മൗലി അദ്ർഹം, ഇപ്പോൾ ഒരു നാണയത്തിന്റെ വട്ടമൊഴിച്ച് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ആ അസുഖം മാറിയിട്ടുണ്ട്. അത്ഭുതത്തിന്റെ ആശ്ചര്യത്തിന്റെ കൊടുമുടിയിൽ നിന്ന് ഉവൈസ് ഇബ്നു ആമിർ ചോദിച്ചു: എങ്ങനെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് താങ്കൾക്ക് ഈ വിവരങ്ങളൊക്കെ? മറുപടി പറയാതെ ഉവൈസിനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമർ പറഞ്ഞു: ഇസ്തഗ്ഫിർ ലി യാ ഉവൈസ് ഇബ്നു ആമിർ, ഉവൈസ് ഇബ്നു ആമിർ, എനിക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി താങ്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉവൈസ് ഇബ്നു ആമിറിനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമറിനെ തള്ളി മാറ്റിയിട്ട് ഉവൈസ് ഇബ്നു ആമിർ പറഞ്ഞു: അമിസ്ലക യാ ഉമർ വഅൻത ഖലീഫത്തുൽ മുഅ്മിനീൻ, താങ്കളെ പോലുള്ള ഒരാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയോ? താങ്കളല്ലേ അമീറുൽ മുഅ്മിനീൻ, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഉമറിന്റെ നിർബന്ധം വീണ്ടും ഇസ്തഗ്ഫിർ ലി യാ ഉവൈസ് ഇബ്നു ആമിർ എന്ന് പറഞ്ഞ് ഉവൈസിനെ നിർബന്ധിക്കുകയാണ്. തന്റെ ദീർഘനാളത്തെ അന്വേഷണത്തെ അതിന്റെ കൃത്യമായ ഒരു പരമ്പരയോടുകൂടി ഉവൈസ് ഇബ്നു ആമിറിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുക്കുക. പ്രവാചകൻ താങ്കളെ കുറിച്ച് അന്ന് പറഞ്ഞത് മുതൽ ഞാൻ നടത്തുന്ന അന്വേഷണം ഇന്നാണ് അവസാനിക്കുന്നത്. ഉമറിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്തിഗ്ഫാർ നടത്തി. ഉവൈസ് അടുത്ത പണിക്ക് എന്തിനാ വന്നിട്ടുള്ളത് നമുക്കറിയാലോ, ഒരു കത്തിന് മറുപടി നൽകിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇലാ ഐന തുരീദ്, ഉമർ ചോദിച്ചു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു: ഇലാ ഐന തുരീദ്, ഇനി എവിടേക്കാണ് പോകേണ്ടത്? ഇസ്ലാമിക സേവനത്തിന് വേണ്ടി വന്നതാണ്, താങ്കൾക്ക് ഇഷ്ടമുള്ള നാട് ഏതാണ്? അൽ കൂഫ, ഞാൻ കൂഫയിലേക്ക് പോകാനാണ് ഇഷ്ടപ്പെടുന്നത്. സ്വാഭാവികമായ യുക്തിയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു: അല അക്തുബു ലക ഇലാ ആമിലിഹ, ഞാൻ അവിടെയുള്ള ഗവർണർക്ക് ഒരു കത്ത് തരട്ടെ? അങ്ങനെയാണല്ലോ നല്ല ഡിഗ്നിറ്ററീസ്, അതല്ലെങ്കിൽ ഏറ്റവും നല്ല വ്യതിരിക്തവും സവിശേഷവുമായി കഴിവുണ്ട് എന്നൊക്കെ കരുതുന്ന ആളുകൾക്ക് പ്രത്യേക പരിഗണനയുണ്ടാവും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു: ഞാൻ അവിടെയുള്ള ഗവർണർക്ക് ഒരു കത്ത് തരാം. സ്വാഭാവികമായും താങ്കളുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ പിന്നെ എളുപ്പമായിരിക്കും, അതാണ് അതിൻ്റെ ഉദ്ദേശം. അവിടെയുള്ള ഗവർണർക്ക് താങ്കളെ കുറിച്ച് ഒരു കത്തെഴുതി ഞാൻ തരട്ടെ? ഉമറിനെ തിരുത്തിക്കൊണ്ട് ഉവൈസ് ഇബ്നു ആമിർ പറഞ്ഞു: ലാ തഫ്അൽ യാ ഉമർ, ഉമർ താങ്കൾ അപ്രകാരം ചെയ്യരുത്. അകൂനു ഫീ ഗുബറാഇ നാസ് ഫഅഹബ്ബു ഇലൈ, ഞാൻ ഇസ്ലാമിക സേവന പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് ഗവർണർ കൊട്ടാരത്തിലേക്ക് പോകാനല്ല ഉദ്ദേശിക്കുന്നത്. അകൂനു ഫീ ഗുബറാഇ നാസ്, ഞാൻ പൊടിപുരണ്ട സാധാരണക്കാർക്കിടയിൽ പോയിട്ട് ഇസ്ലാമിക സേവന പ്രവർത്തനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരവുമായിട്ടുള്ളത്. ഈ ഹദീസ് അതിന്റെ ഒന്നാം ഭാഗം അവിടെ അവസാനിക്കണം. വിശദമായ ദീർഘമായ ഷർഹ് സ്വഹീഹ് മുസ്ലിമിൽ ഇമാം നബവി അതിനെ വിശദീകരിക്കുന്നുണ്ട്.
ഈ ഹദീസിന്റെ രണ്ടാമത്തെ ഭാഗം നടക്കുന്നത് ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ്. ഉവൈസ് ഇബ്നു ആമിർ കൂഫയിലേക്ക് പോയി അടുത്ത കൊല്ലമാണ് ഈ സംഭവം രണ്ടാം ഭാഗം നടക്കുന്നത്. യമനിൽ നിന്ന് വേറൊരു സംഘം വന്നപ്പോൾ ആ സംഘത്തോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉവൈസിന്റെ വിശേഷങ്ങളൊക്കെ തിരക്കിയിട്ട് സംസാരിക്കുക. എന്തൊക്കെയുണ്ട് ഉവൈസ് ഇബ്നു ആമിറിന്റെ വിശേഷം എന്നാണ് ചോദ്യം. പക്ഷെ ആ കൂട്ടത്തിലുള്ളവർക്ക് ഉവൈസ് ഇബ്നു ആമിറിനെ അറിയില്ല. അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുറാദുള്ള കറൻ ഗോത്രക്കാരനായ ഒരു ഉമ്മ മാത്രമുള്ള അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ അപ്പോ ആ അമീർ, യാത്രാ സംഘത്തിന്റെ അമീർ, അദ്ദേഹം പറഞ്ഞു, തറക്തുഹു റസ്സൽ ബൈത്തി വഖലീലൽ മത്താ. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാൻ യോഗ്യതയൊന്നുമില്ലാത്ത ആ ഇടിഞ്ഞു പൊളിഞ്ഞ വീടുള്ള അങ്ങനെയൊക്കെയുള്ള അധികം വലിയ ചുറ്റുപാടൊന്നുമില്ലാത്ത ഉവൈസ് ഇബ്നു ആമിറിനെ കുറിച്ചാണോ പറയുന്നത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലായി, സ്വന്തം നാട്ടുകാർക്ക് തന്നെ ഇയാളെ തിരിഞ്ഞിട്ടൊന്നുമില്ല ഉവൈസ് ഇബ്നു ആമിറിനെ. ആരാണ് ഉവൈസ് ഇബ്നു ആമിർ എന്ന ഈ നാട്ടിന്റെ ഈ അമീറു സഫറായി വന്നിട്ടുള്ള ഈ അമീറിനോട്, യാത്രാ സംഘത്തിന്റെ അമീറിനോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ അനുഭവം മുന്നിൽ വെച്ച്, പ്രവാചകൻ പറഞ്ഞതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തു. പിന്നെയാണ് അതിലും രസകരമായ സംഭവം ഈ ഹദീസിൽ നടക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനാൽ പ്രശംസിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഉവൈസ് എന്ന് മനസ്സിലാക്കി ഈ അമീറു സഫർ, ഈ യാത്രാ സംഘത്തിന്റെ തലവൻ നാട്ടിലേക്ക് പോയിട്ട് നേരെ പോകുന്ന സ്വന്തം വീട്ടിലേക്കല്ല, ഉവൈസ് ഇബ്നു ആമിറിന്റെ വീട്ടിലേക്കാണ്. ഉവൈസ് ഇബ്നു ആമിറിനെ കെട്ടിപ്പിടിച്ചിട്ട് അയാളും പറഞ്ഞു, ഇസ്തഗ്ഫിർ ലി യാ ഉവൈസ് ഇബ്നു ആമിർ, എനിക്കും വേണ്ടിയും നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹം പറഞ്ഞു, നിങ്ങളല്ലേ ഞങ്ങളുടെ നാട്ടിലെ ഹജ്ജിന്റെയും ഉംറയുടെ ഒക്കെ യാത്രാ സംഘത്തിന്റെ അമീർ, താങ്കളല്ലേ, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ പ്രാർത്ഥിക്കേണ്ടത്? ഇയാളുടെ ചോദ്യത്തിൽ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കി ഉവൈസ് ഇബ്നു ആമിർ ചോദിച്ചു, ലഖീത ഉമർ, മദീനയിലെങ്ങാനും പോയപ്പോൾ ഉമറിനെ കണ്ടിരുന്നോ? അതെ, ലഖീതു ഉമർ, ഞാൻ ഉമറിനെ കണ്ടിരുന്നു. ഫസ്തഗ്ഫറ ലഹു, അങ്ങനെ അയാൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. ഈ ഹദീസ് അവസാനിപ്പിച്ചുകൊണ്ട് ഉസൈർ ഇബ്നു ജാബിർ എന്ന് പറയുന്ന സഹാബിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, വകാന കിസ്വത്തുഹു ബുർദ, അദ്ദേഹത്തിന്റെ ഒരു വസ്ത്രം എന്നുള്ളൊരു പുതപ്പ് തുന്നി അതിന്റെ വസ്ത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ഫകാന കുല്ലമാ റആഹു ഇൻസാനുൻ മിൻ ഐന ലി ഉവൈസിൻ ഹാദിഹിൽ ബുർദ, ഉവൈസിന്റെ ഭൗതിക സാഹചര്യങ്ങൾ വളരെ പരിമിതമായിരുന്നു. ഉവൈസിന് ഇതിലും നല്ല ഡ്രസ്സൊന്നും എനിക്ക് കിട്ടാനില്ല എന്ന് ചോദിക്കുമാർ അത്രമാത്രം ദാരിദ്ര്യത്തിന്റെ ഒരു അവസ്ഥ നാട്ടുകാർ ചോദിക്കുമാർ ഉവൈസിന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഹദീസ് അവസാനിപ്പിക്കുന്നത്. ഇമാം നവവി അദ്ദേഹത്തിന്റെ ശറഹ് സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് വിശകലനം ചെയ്ത് വിശദമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇത് പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഉവൈസ് ഇബ്നു ആമിറിനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ സവിശേഷമാക്കുന്ന ഘടകം എന്താണ് എന്ന് വിശദീകരിക്കുന്നത്. അങ്ങനെയുണ്ട് ഇസ്ലാമിൽ. ഇത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്. അങ്ങനെയുമുണ്ട് ഒരു സംഭവം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ഓരോ സഹാബിമാരെയും കണ്ടതും അതുപോലെ തന്നെ ആളുകളെ വിശദീകരിച്ചതും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖില്ലി, എൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ ആ സമൂഹത്തിലെ ചില ആളുകൾ ഉസാമത്ത് ഇബ്നു സൈദാണ് ഹിബ്ബു റസൂലില്ലാ, പ്രവാചകന്റെ പെറ്റ്, പ്രവാചകന്റെ അരുമയാരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉസാമത്ത് ഇബ്നു സൈദ് ആയിരുന്നു എന്നാ പറഞ്ഞു. അമീനു സിരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു പ്രവാചകന്റെ പേഴ്സണൽ രഹസ്യം അറിയുക എന്ന് ചോദിച്ചാൽ അത് ഹുദൈഫത്തുൽ യമാനായിരുന്നു. അമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ അമീൻ, വിശ്വസ്തൻ ആരാണെന്ന് ചോദിച്ചാൽ അത് അബൂ ഉബൈദയായിരുന്നു എന്നാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ഇത് വ്യത്യസ്തമാണ്. പക്ഷെ അവിടെ ഉവൈസ് ഇബ്നു ആമിർ എന്നുള്ള സാധാരണക്കാരൻ വ്യതിരിക്തമായ 4 സവിശേഷതകളെ കുറിച്ച് ഇമാം നവവി വിശദീകരിക്കുന്നുണ്ട്. അതിലൊന്നാമത്തേത് അദ്ദേഹത്തിന്റെ മാതാവിനെ അദ്ദേഹം പരിഗണിച്ച, ആ മാതാവിനെ പരിചരിച്ച സ്വഭാവമാണ്. ബിർറുൽ വാലിദൈൻ എന്ന് പറയുന്ന ഒരു വിഷയം വിശദീകരിക്കാനോ അതല്ലെങ്കിൽ ഇത്തരം വേദിയിൽ അത് നീട്ടിപ്പരത്തി പറയേണ്ട ഒരാവശ്യവുമില്ല, നിങ്ങൾക്കറിയാവുന്നൊരു വിഷയമാണ്. മാതാപിതാക്കൾ, വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച പദങ്ങൾ തന്നെ അതിന് ധാരാളമാണ്. വസിയ്യത്ത് എന്നാണ് ഉപയോഗിച്ചത്. ഒരാളുടെ ഏറ്റവും വലിയ തീവ്രമായ അഭിലാഷത്തെ കുറിക്കുന്ന പദമാണ് വസിയ്യത്ത്.
ഒരാൾക്ക് ഏറ്റവും അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ, എഴുതി വെക്കാനുണ്ടോ, അയാൾക്ക് കുറിക്കാനുണ്ടോ എന്നൊക്കെ അറബി ഭാഷയിൽ സാധാരണഗതിയിൽ പറയപ്പെടുന്ന ഒന്നാണ് വസിയ്യത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വവസ്സൈന, അല്ലാഹുവിനൊരു വസിയ്യത്തുണ്ട്, അത് നിങ്ങളുടെ മാതാപിതാക്കളെ ചൊല്ലിയാണ്. വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച മറ്റൊരു പദം മീസാഖാണ്, കരാറാണ്, ഉടമ്പടിയാണ്. വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച ഈ പദങ്ങളുടെ തന്നെ പ്രസക്തി തന്നെ മതി അതിൽ നമ്മൾ കാണിക്കുന്ന ഉപേക്ഷ, അതിൽ നമുക്ക് വരുന്ന വീഴ്ച, അതിനെ ചൊല്ലി നമുക്ക് പുനരാലോചനകൾ ഉണ്ടാവും. അത് വിശദീകരിക്കേണ്ട ഒരു വിഷയമല്ല. രണ്ടാമത്തേത് ഇമാം നവവി പറയുന്നത് അൽ മുഖാലതതു ബൈനന്നാസ്, ജനങ്ങളുമായി ഇടപഴകി ജീവിക്കാനുള്ള ഉവൈസ് ഇബ്നു ആമിറിന്റെ പ്രകൃതി അതായിരുന്നു. സ്വന്തം വീട്ടിൽ മാതാപിതാക്കളെ പരിചരിക്കുന്ന ആൾ എന്നുള്ളതോടൊപ്പം തന്നെ ജനങ്ങളോടൊപ്പം. ഉവൈസ് ഇബ്നു ആമിറിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഞാനൊരു കത്ത് തരാം, ഗവർണറുടെ കൊട്ടാരത്തിലേക്ക് ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ ഉണ്ടായാൽ താങ്കളുടെ എല്ലാവിധ ഫെസിലിറ്റികളും അവിടെ നിന്ന് ലഭ്യമാകുമെന്ന് പറയുമ്പോൾ ഇസ്ലാമിക സേവനത്തിന് ഞാൻ തെരഞ്ഞെടുത്ത മേഖല അധസ്ഥിതരും സാധാരണക്കാരുമായ ഗ്രാസ് റൂട്ടിലുള്ള ജനങ്ങളാണ് എന്ന് പറഞ്ഞ് തിരുത്തുന്ന ഉവൈസ് ഇബ്നു ആമിറിന്റെ മനോഭാവം, അതിനെയാണ് യഥാർത്ഥത്തിൽ വേറൊരു രീതിയിൽ വ്യതിരിക്തമായി നമ്മൾ റോൾ മോഡലായി ഉവൈസ് ഇബ്നു ആമിറിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒന്ന് അവിടെയാണ് കിടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അൽ മുഅ്മിനുല്ലദീ യുഖാലിതു الناس വയസ്ബിറു അലാ അദാഹും ഖൈറും മിനൽ മുഅ്മിനി അല്ലദീ ലാ യുഖാലിതു الناس വലാ യസ്ബിറു അദാഹും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു വിശ്വാസി അവൻ നല്ല വിശ്വാസിയാണ്, അവന്റെ പ്രാക്ടീസുകളിൽ, അവന്റെ അള്ളാഹുമായുള്ള അവന്റെ ചടങ്ങുകളിൽ, അവന്റെ ആരാധനാദികളിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ വീഴ്ചകളോ ഒന്നുമില്ലാത്തവനാണ്. പക്ഷെ പുറത്തേക്കിറങ്ങാൻ, നാട്ടുകാരിലേക്ക് ഇറങ്ങാൻ അതിന്റെ വൈഭവം, അതിന്റെ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടവനാണ്. നാട്ടുകാരിലേക്ക് ഇറങ്ങി അവരുടെ പ്രശ്നങ്ങൾ എന്നല്ല വയസ്ബിറു അലാ അദാഹും, പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ തിരിച്ചിങ്ങോട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളിൽ വയസ്ബിറു, അതിൽ നിലപാടെടുക്കുന്നവൻ, അതിൽ ക്ഷമിക്കുന്നവൻ, ഖൈറും മിനൽ മുഅ്മിനി അല്ലദീ ലാ യുഖാലിതു الناس വലാ യസ്ബിറു അലാ അദാഹും. ഇതിലൊന്നും ഇടപെടാതെ മുഅ്മിൻ എന്നുള്ളത് എന്തോ ദറജയും പദവിയുമായി മാത്രം കണക്കാക്കി സാമൂഹിക ജീവിതത്തിന് ഭ്രഷ്ട കൽപ്പിച്ച, സ്വയം തന്നെ ബഹിഷ്കൃതനായ ഒരാൾ, അയാളെക്കാൾ എത്രയോ ഉന്നതിയിലാണ് നേരത്തെ പറയപ്പെട്ടവൻ എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. മൂന്നാമത്തേത് അൽ ഖനാഅത്തു ബിൽ ഖലീൽ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഇന്നത് കിട്ടിയിട്ട് അതാകാന്നുള്ളതല്ല, ഇപ്പൊ ഇതാണ്, ഇതിനപ്പുറം എനിക്ക് പോകാനുണ്ടെങ്കിൽ, ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ ആ സമയം എനിക്ക് മുന്നിൽ ഒന്ന് വരട്ടെ, അപ്പോൾ ഞാൻ അത് ചെയ്യാമെന്നുള്ള നിലപാടിനേക്കാൾ ഇപ്പോൾ ഞാൻ എന്ത്, ഞാനിപ്പോ ദരിദ്രനാണെങ്കിൽ എൻ്റെ ദാരിദ്ര്യം വെച്ചും ഒരു ഇസ്ലാമുണ്ട്, ഞാനിപ്പോൾ സമ്പന്നനാണെങ്കിൽ ആ സമ്പന്നത വെച്ചുകൊണ്ടും എനിക്ക് ഇസ്ലാമിനെ ചെയ്യാനുണ്ട്, ഞാനിപ്പോൾ രോഗിയാണെങ്കിലും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഇസ്ലാമികമായ ഒരു സ്റ്റാൻഡ് ഉണ്ട്, ഞാനിപ്പോൾ ആരോഗ്യവാനാണെങ്കിൽ ആരോഗ്യവാനിൽ നിന്ന് ഇസ്ലാം പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട്, ഞാൻ എഴുത്തുകാരനാണെങ്കിൽ, ഞാൻ പ്രഭാഷകനാണെങ്കിൽ, ഞാൻ അധ്യാപകനാണെങ്കിൽ, ഞാൻ വിദ്യാർത്ഥിയാണെങ്കിൽ, ഒരു ദറജയിലെത്തിയ ശേഷം ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറയുന്ന ഒന്നില്ല. എന്താണോ നിങ്ങൾക്കുള്ളത് അവിടെയാണ് നിങ്ങൾ പണിയെടുക്കേണ്ടത്. നമ്മളിൽ പലരും തെറ്റിദ്ധാരണ മൂലം ആകെ കൂടി അസ്വസ്ഥപ്പെടുന്ന ഒരു വിഷയമാണത്. ചിലർ പറയുന്നു കുറച്ച് തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, മറ്റു ചിലർ പറയുന്നു ഈ ദാരിദ്ര്യം ഒന്ന് കഴിയട്ടെ, മറ്റു ചിലർ പറയുന്നു ഈ രോഗമൊന്ന് മാറട്ടെ. അങ്ങനെയൊന്നും ഉണ്ടോ കൂട്ടരെ, സഹോദരന്മാരെ, സഹോദരിമാരെ? ഇല്ലല്ലോ, ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥയില്ല. ഹൽ തന്തളിറൂന, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇല്ല ഫഖ്റൻ മുൻസിയ, നിങ്ങളെ എല്ലാം മറപ്പിക്കുന്ന ദാരിദ്ര്യമാണോ സമ്പന്നതയുള്ളവൻ പ്രതീക്ഷിക്കുന്നത്? ഔ ഗിനൻ മുത്തഖിയ, ഇനി വേറൊരുത്തൻ ദരിദ്രൻ പ്രതീക്ഷിക്കുന്നത് സമ്പത്തുണ്ടായി അതിക്രമത്തിന് പ്രേരിപ്പിക്കുന്ന സമ്പന്നതയാണോ? ഔ മൗതൻ മുജിഹിസ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള മരണത്തെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഔ ഹറമൻ മുഫന്നിദ, അതല്ലെങ്കിൽ വയസ്സായിട്ട് പിച്ചും പേഴും പറയുന്ന പ്രായത്തിൽ ഇസ്ലാമിന് വേണ്ടി പണിയെടുക്കാമെന്നാണോ? ഇനി അതൊന്നുമല്ല, ഇനി ഖിയാമത്ത് നാൾ വരട്ടെ എന്നാണോ?
വളരെ കാൽപ്പനികമായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 സംഗതികളെയാണ് അതിൽ വിശദീകരിക്കുന്നത്. ആ ഹദീസൊക്കെ നിങ്ങൾ വിശദമായി പഠിക്കുന്ന ഒരു ഹദീസാണ്. അപ്പോ ഇത്തരത്തിൽ എന്താണോ നമുക്ക് നമ്മുടെ ഇടം അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിൽ നമുക്ക് മാതൃകയായിരുന്നു ഉവൈസ് ഇബ്നു ആമിർ. നാലാമത്തേതാണ് ഞാനും നിങ്ങളും ഒക്കെ. ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അതിനുള്ള അവസരങ്ങൾ അനവധിയാണ്. പക്ഷെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരു നമ്മളുണ്ട്. അതല്ലെങ്കിൽ നാട്ടിലുള്ള നമ്മളുടെ രക്ഷിതാക്കളോ നമ്മളുടെ കുട്ടികളോ നമ്മളുടെ ബന്ധുമിത്രാദികളോ അങ്ങനെയുള്ള ഒരു വലിയ, അതല്ലെങ്കിൽ നാട്ടിലെത്തിക്കഴിഞ്ഞാലുള്ള നമ്മളുണ്ട്. അതായത് ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറയുന്ന ഒന്ന് സവിശേഷമായി ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു മേഖലയാണ് ഉവൈസ് ഇബ്നു ആമിർ അദ്ദേഹത്തിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. തന്റെ നീണ്ട 7 കൊല്ലത്തെയോ 8 കൊല്ലത്തെയോ അന്വേഷണത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉവൈസ് ഇബ്നു ആമിറിനെ എവിടെയും കാണുന്നില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചല്ലേ ആ ചരിത്രം? മക്കയിലേക്കോ മദീനയിലേക്കോ വരുന്ന ഹജ്ജിനോ ഉംറക്കോ കച്ചവടത്തിനോ വരുന്ന ഒരു സംഘത്തിലും ഉവൈസ് ഇബ്നു ആമിർ ഇല്ല. പക്ഷെ ഉവൈസ് ഇബ്നു ആമിറിനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ഒരു കത്തിന്റെ മറുപടിയിലാണ്. എന്തായിരുന്നു ആ കത്ത്? ഇസ്ലാമിക സേവനത്തിന് സന്നദ്ധ പ്രവർത്തകരായി കുറച്ചുപേരെ ആവശ്യമുണ്ടെന്ന് കാണിച്ച് യമനിലേക്ക് പോയ കത്തിന് മറുപടിയായി വന്ന സംഘത്തിൽ മുൻനിരയിൽ ഉവൈസ് ഇബ്നു ആമിർ ഉണ്ടായിരുന്നു. നിങ്ങൾ ആരുമാകട്ടെ എന്തുമാകട്ടെ, നിങ്ങളുടെ പശ്ചാത്തലം ദാരിദ്ര്യത്തിൻ്റെതോ സമ്പന്നതയുടേതോ ആകട്ടെ, നിങ്ങൾക്ക് നൽകാനുള്ളത് ശാരീരികമോ സാമ്പത്തികമോ ആകട്ടെ, നിങ്ങൾക്ക് ഇസ്ലാമികമായി സവിശേഷമായി തന്നെ ഇറങ്ങി പ്രബോധന പ്രചുര പരിപാടികളിൽ ഇസ്ലാമിന് വേണ്ടി ഇറങ്ങാനുള്ള ബാധ്യതയുണ്ട് എന്ന് നമ്മളെ പേർത്തും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഉവൈസ് ഇബ്നു ആമിറിന്റെ ചരിത്രം ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെയും അൽ അശറത്തുൽ മുബശ്ശറ, സ്വർഗം കൊണ്ട് സുവിശേഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികളുടെ വലിയ വലിയ സ്വഹാബികളുടെ സാധ്യമാകുന്നതും സാധ്യമാകാത്തതുമായ വലിയ വലിയ ഉദാഹരണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ഉവൈസിന്റെ ഈ ജീവിതം നമുക്ക് പ്രാപ്യമായ ഒരു ജീവിതമാണ്. എന്താണോ നമ്മൾ ചെയ്യുന്നത്, ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, നിങ്ങൾ ഒരുപാട് അട്ടിപ്പേറായി കർമ്മങ്ങൾ നാളെ കൊണ്ടുവന്ന് അതൊന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടാതെ, നിങ്ങൾക്ക് അളന്നു തൂക്കപ്പെടാതെ അത് ഒഴിവാക്കപ്പെടുന്ന ഒരവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മറിച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, എന്നാൽ നിങ്ങളുടെ ആത്മാർത്ഥതയിലും നിഷ്കളങ്കതയിലും നിങ്ങൾ ചവിട്ടുറപ്പിച്ച് നിങ്ങൾ ചെയ്യുന്ന ചെറിയ കർമ്മങ്ങൾ പോലും നിങ്ങളെ ഉമറിന് മുകളിൽ പോലും പ്രതിഷ്ഠിപ്പിക്കാൻ ഉവൈസിനെ പര്യാപ്തമാക്കും വിധം നിങ്ങളെ ഉയർത്തുന്ന ഒന്നായി ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ആ നിലയിൽ ജീവിതത്തിൽ നോക്കിക്കാണേണ്ടത് അങ്ങനെയാണ്. ജീവിതത്തിൽ എനിക്കും സാമ്പത്തികമായും ചിലവഴിക്കുമ്പോൾ അങ്ങനെയാണ്. ഇസ്ലാമിന്റെ ചരിത്രം അങ്ങനെയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറഞ്ഞപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ സ്വത്തിന്റെ 300 ഒട്ടകമായിരുന്നെങ്കിൽ 150, 3 തോട്ടം 4 തോട്ടമായിരുന്നെങ്കിൽ 2 തോട്ടം, ഇങ്ങനെ കൃത്യമായി പകുതി വെച്ച് വളരെ മെറ്റീരിയലായി അതിനെ വിശദീകരിച്ച് പ്രവാചകന്റെ മുന്നിൽ വന്നെത്തിയ ആളാണ്. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കയ്യിൽ ഒരു കീസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതെല്ലാമാണ്, അതിന്റെ തൂക്കമോ അതിന്റെ എണ്ണമോ. പക്ഷെ ഉമർ മോശക്കാരനാണെന്നല്ല, അത് 50% പക്ഷെ ഇസ്ലാമിന്റെ നിർബന്ധം എന്നുള്ളത് 2.5% ഉള്ളൂ. ബാക്കി 97 നിങ്ങളുടെ കയ്യിൽ തന്നത് നിങ്ങളുടെ സമ്പത്തായത് കൊണ്ടല്ല. അതെന്തുകൊണ്ട്? ലിനൻദുറ കൈഫ തഅമലൂൻ, നിങ്ങൾ ആ 97 കൊണ്ട് എന്തറിയുന്നു, എന്ത് ചെയ്യുന്നു എന്ന് അള്ളാഹുവിനെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അതും തന്നെ വ്യത്യസ്തമായി ചെലവഴിച്ചവരുണ്ട്. അബൂ തൽഹ റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകളൊക്കെ വിളക്കണച്ചുകൊണ്ട് വിശന്നിരുന്നു കൊണ്ട് സ്വന്തം അതിഥിയെ ഊട്ടിയവരാണ്. വീട്ടിൽ ചപ്പാത്തിയോ റൊട്ടിയോ ആകെ കൂടി ഒരു കഷ്ണമുള്ളപ്പോൾ പോലും വിളക്കൂതി അണച്ചുകൊണ്ട് സ്വന്തം അതിഥിയെ ഊട്ടിയ പാരമ്പര്യം ഇസ്ലാമിക ചരിത്രത്തിനുണ്ട്. സാധാരണഗതിയിൽ കൊടുത്തുപോയവരുമുണ്ട്. ഇവരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് മുഖം തിരിക്കുന്നത് നിങ്ങളുടെ നിഷ്കളങ്കതയിലും നിങ്ങളുടെ ആത്മാർത്ഥതയിലും ചവിട്ടുറപ്പിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ള പാഠങ്ങളാണ് വ്യത്യസ്തമായ ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ നിലയിൽ ജീവിതത്തെ ഉപകാരപ്പെടുത്താൻ നമുക്കിത് തീർച്ചയായും പാഠമാകണം എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. അവസാനിപ്പിച്ചുകൊണ്ട്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരുടെ ജീവിതം, അതല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന താബികളുടെ ജീവിതം, ഇത് ഒരു ചരിത്രമായോ അതല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു പ്രത്യേകമായ മാസ്മരിക ലോകത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഏതോ ഒരു കഥയായോ നമുക്ക് തോന്നുന്നതിനപ്പുറം ഇത് നമ്മളിൽ സാധ്യമാക്കാനുള്ള ശ്രമം അത് എത്ര കണ്ട് നമ്മളിൽ ഉണ്ടെന്നുള്ള ആലോചനയാണ് ഇത്തരത്തിലുള്ള മജ്ലിസുകൾ, ഇത്തരത്തിലുള്ള ഇരുത്തങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു വെച്ച സൊബറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു വർത്തമാനമുണ്ട്. ഞാൻ ജീവിതത്തിൽ എൻ്റെ മുന്നിൽ വന്നു ചേരുന്ന ഓരോ നിമിഷത്തെയും അള്ളാഹുവെ മുൻനിർത്തി ഇതെനിക്ക് അള്ളാഹു വിധിച്ചതാണെന്ന് തൃപ്തിപ്പെടാനുള്ള ഒരു അവസരമായി ഞാൻ അതിനെ കണ്ടുമുട്ടും. എൻ്റെ വീട്ടിൽ ഒരു എലി കയറിയാൽ, നമ്മുടെ വീട്ടിലൊക്കെ എലി കയറാറുണ്ടല്ലോ, നാട്ടിലാണെങ്കിൽ ഇവിടെ ഉണ്ടാവുമായിരിക്കും. വീട്ടിൽ ഒരു എലി കയറിയാൽ പോലും ഞാൻ ചിന്തിക്കും, ഞാൻ ഇന്ന് അള്ളാഹുവെ ധിക്കരിച്ച് എന്താണ് ചെയ്തത്, എന്താണ് ഈ അസ്വാഭാവികതയ്ക്ക് കാരണം? എന്നും എലി കയറാറില്ല, ഇന്ന് വീട്ടിൽ ഒരു എലി കയറി. എലിയെ പിടിക്കുക എന്ന് പറയുന്ന ഭൗതികമായ ഒരു പരിഹാരത്തിലപ്പുറം ഇതിനപ്പുറം ഇതിൽ പോലും അള്ളാഹുവിന്റെ ഒരു ഇടപെടലിനെ കാണാനുള്ള ഒരു വിശാലമായ തുറന്നുവെക്കൽ, മനസ്സിന്റെ തുറന്നുവെക്കൽ, അത് നമുക്ക് സാധ്യമാകണം. എൻ്റെ മകൻ എന്നെ ധിക്കരിച്ചാൽ, അദ്ദേഹം പറയുകയാണ്, എൻ്റെ മകൻ എന്നെ ധിക്കരിച്ചാൽ, സാധാരണ കയർത്ത് സംസാരിക്കില്ല എൻ്റെ മകൻ, എന്നോട് മുഖത്ത് നോക്കി തന്നെ സംസാരിക്കാൻ താല്പര്യപ്പെടാത്ത മകൻ ഇന്ന് എന്നോട് കയർത്ത് സംസാരിച്ചാൽ ഞാൻ ചിന്തിക്കും, ഇന്ന് ഞാൻ അള്ളാഹുവെ ധിക്കരിച്ചോ? ഞാൻ അള്ളാഹുവെ ധിക്കരിച്ചത് കൊണ്ടാണോ എൻ്റെ മകൻ എന്നെ ധിക്കരിക്കുന്നത് എന്നുള്ള ആലോചനയ്ക്ക് ഒരു സ്പേസ് അതുകൂടി ഇട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ മുന്നിലുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരം, അത് ആ നിലയിൽ തന്നെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റമദാൻ കഴിഞ്ഞും റമദാൻ വന്നും റമദാനെ വരവേറ്റും ഇത്തരത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ പരീക്ഷണ വിധേയമാകുന്നത് ഈ ഈമാനിന്റെ ഈ തുലാസ്, അതിൻ്റെ കട്ടിയും അതിൻ്റെ കനവും അതിൻ്റെ കുറയലും അതിൻ്റെ ഏറലും ഒക്കെ വ്യത്യസ്ത രീതിയിൽ പരിശോധിക്കാനുള്ള അവസരമാണ്. ഇത് ആത്യന്തികമായി നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കണം. വർണ്ണരകളിൽ ഒതുങ്ങാത്ത വിസ്മയമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വർഗം, ജന്ന, അത് വർണ്ണനകളിൽ ഒതുങ്ങാത്ത വിശുദ്ധ ഖുർആനിന്റെയും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭാവനയും അതാണ്. ആ നിലക്ക് അതിനെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ നിലയിൽ അള്ളാഹുവിനെ അറിഞ്ഞും അള്ളാഹുവിന്റെ കലാമിനെ മനസ്സിലാക്കിയും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം ആ നിലയിൽ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയൻ വറസൂലൻ എന്നുള്ളത് ജീവിതത്തിന്റെ ഏറ്റവും നല്ല സമ്മാനമായി, കാണിക്കയായി. നമസ്കാരത്തിന് ഏറ്റവും അവസാനം നമ്മൾ പറയുന്ന ഒരു വർത്താനം ഉണ്ടല്ലോ, ഇത് സമ്മാനമാണ്. ഒരു നമസ്കരിച്ചിട്ട് അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ പറയണം, അത്തഹിയാത്തു, പടച്ചോനെ എനിക്ക് നിനക്ക് തരാനുള്ള സമ്മാനം ഇതാ. ആ നമസ്കാരം ആ നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കർമ്മമല്ല, അതൊരു പ്രസ്താവനയാണ്. വജ്ജഹ്തു വജ്ഹിയ എന്നുള്ളത് പ്രാരംഭ പ്രാർത്ഥനയല്ല, മറിച്ച് ഇതൊരു പ്രസ്താവനയാണ്. ജീവിതത്തിന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് അത് പ്രസ്താവനകളായി കൂടി ബോധ്യങ്ങളായി കൂടി പുറപ്പെടുമ്പോഴാണ് വെറും കൂലിക്കോ അതല്ലെങ്കിൽ അതിനപ്പുറമുള്ള സ്വർഗത്തെക്കുറിച്ചുള്ള കണക്കെടുപ്പുകൾക്കോ അപ്പുറമായി അള്ളാഹുവിങ്കലേക്ക് അടുപ്പിക്കുന്ന അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു കർമ്മമാണോ ഇത്, അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന കർമ്മമാണോ ഇത് എന്ന ആലോചനക്ക് നമ്മളെ പ്രേരിപ്പിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രവാചകന്റെ രണ്ട് സ്വഹാബിമാരുടെ ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരിക്കുന്നത് നിങ്ങൾക്കറിയാം വളരെ പ്രായമെത്തിയ ശേഷമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സായം സന്ധിയിൽ അവസാന കാലഘട്ടത്തിൽ ഒന്നിൽ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ കേൾക്കുകയാണ്. എന്നാണ് പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അസ്നി ഔ അഅമല കബീറതൻ ഫിൽ ഇസ്ലാം. അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നിൽ ശരണം തേടുന്നു, കാവൽ തേടുന്നു, അൻ അസ്നി, ഞാൻ വ്യഭിചരിക്കുന്നതിൽ നിന്ന്, ഔ അഅമല കബീറതൻ ഫിൽ ഇസ്ലാം, ഞാൻ ഇസ്ലാമിലായിരിക്കെ വൻ പാപങ്ങളിൽ വന്ന് ചാടുന്നത്, വന്ന് പെടുന്നത് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഇത് കേട്ട ശിഷ്യന്മാര് ചോദിച്ചു, താങ്കൾ പ്രാർത്ഥിച്ചതൊക്കെ ഓക്കെ, പക്ഷേ വികാര വിചാരങ്ങളൊക്കെ ചോർന്നു പോയി 90-ാം വയസ്സിൽ താങ്കൾ എന്തിനാണ് ഈ
വ്യഭിചാരത്തിൽ നിന്ന് അഭയം തേടുന്നത്. അതിപ്പോ എന്തോന്നാലും താങ്കൾക്ക് അങ്ങനെ ഉണ്ടാവൂല എന്ന് ഞങ്ങൾ കരുതുക. അബൂ ഹുറൈറ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, വൈഹക് വമാ യുഅ്മിനി വ ഇബ്ലീസു ഹൈ. ഇബ്ലീസ് ഉള്ളിടത്തോളം കാലം എന്നെ നിർഭയമാക്കുന്ന ഈമാനിക അവസ്ഥ ഏതാണ്? നമ്മൾ എന്താണ് പ്രാർത്ഥിക്കാറ്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, വിശുദ്ധ ഖുർആനിൽ ശൈത്താൻ അള്ളാഹിന്റെ മുമ്പിൽ പറയുന്നത് ലഅഖുദന്ന ലഹും സിറാത്തൽ മുസ്തഖീം എന്നാണ്. നമ്മൾ പറയുന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീം തരണേന്നാണ്. പിശാച് പറഞ്ഞത് എന്താ? ലഅഖുദന്ന ലഹും സിറാത്തൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിൽ തന്നെ ഞാനുണ്ടാകുന്ന. നമ്മൾ കരുതുന്നത് ഇതിനപ്പുറമുള്ള വഴിയിലാണ് ശൈത്താൻ ഉണ്ടാവുന്നത്. അതിന്റെ അപ്പുറമുള്ള വഴികളൊക്കെ ശൈത്താന്റെ വഴികളാണ്, ദുൽമാത്തിന്റെ വഴികളാണ്. നേരെ പോകുമ്പോൾ തന്നെയാണ് ശൈത്താൻ ഉണ്ടാവുക. ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ശൈത്താനിലേക്ക് കൊടുക്കുകയും വേണ്ട. നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ഇച്ഛകൾ, നമ്മളുടെ ചുറ്റുപാടുകളെ കണ്ട് നമ്മൾ ആ നിലയിൽ തയ്യാറെടുപ്പുകളോ തീരുമാനങ്ങളോ എടുക്കാൻ സന്നദ്ധമായിട്ടുള്ള നമ്മളുടെ കർമ്മങ്ങൾ, ഇതിനൊന്നും ശൈത്താനെ പിടിക്കണ്ട. ഇന്നി ബുലീതു ബി അർബഇ യർമീനനി ബിസിഹാമി ഖൗസിൻ മാ ലഹ തഫ്തീറു ഇബ്ലീസു വദ്ദുനിയ വനഫ്സി വൽവറാ യാ റബ്ബി അൻത അലൽ ഖലാസി ഖദീറു. 4 കാര്യങ്ങളാണ് ജീവിതത്തിൽ തെറ്റുകൾക്ക് പ്രേരിപ്പിക്കുന്നത്. അതിൽ ഒന്ന് മാത്രമേ പൈശാചിക പ്രേരണയുള്ളൂ. മറ്റൊന്ന് ദുനിയാവ്, നിങ്ങളുടെ നേരെ മുമ്പിലുള്ള ദുനിയാവ്. വനഫ്സി, നിങ്ങൾ തന്നെ, നിങ്ങളുടെ തീരുമാനങ്ങൾ. വൽവറ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മറ്റുള്ളവരെ കണ്ട് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ. 4ാമത്തെ ആളാണോ സിറാത്തുൽ മുസ്തഖീമിൽ നിങ്ങൾ നേരെ പോകാൻ തീരുമാനിക്കും മാത്രം നിങ്ങളുടെ കൂടെ കൂടുന്ന ആളാണ് ശൈത്താൻ. അല്ലാതെ ശൈത്താൻ വഴിപിഴപ്പിച്ചു, ഇബ്ലീസ് കൊണ്ടുപോയി ചാടിപ്പിച്ചു എന്നുള്ളത് എല്ലാം ശൈത്താനിലേക്ക് നമ്മൾ ഇലാഫത്ത് ചെയ്തുകൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് കാര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന് മഹാനായ അബൂദർദാ റളിയല്ലാഹുവിന്റെ ചരിത്രമാണ്. അബൂദർദാവും പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൻ നിഫാഖ്, അല്ലാഹുവേ ഞാൻ മുനാഫിഖായി പോകുന്നതിൽ നിന്ന് നിന്നോട് അഭയം തേടുന്നു. ഒരുപക്ഷെ നമുക്ക് ഏറ്റവും അസഹനീയമായി നമ്മൾ മറ്റൊരാൾ വിളിക്കാൻ പാടുണ്ടോ എന്നുള്ളത് വേറൊരു വിഷയമാണ്. പക്ഷേ മറ്റൊരാൾ മുനാഫിഖാണ് എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും അസഹനീയമായ പദം. പക്ഷേ സ്വയം തന്നെ ഞാൻ കപടനായി പോകുന്നതിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം തേടുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ പ്രാർത്ഥനയുടെ മല്ലദി ദഅാക് ഇലാ അൻ തദഉ, ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹം അതിന് കൊടുത്ത മറുപടി, മാ ആമന അബ്ദുൻ അലാ ഈമാനിഹി ഇല്ലാ മാ ഖാഫ അബ്ദുൻ അലാ ഈമാനിഹി ഇല്ലാ മനഹഹു വമാ ആമന അബ്ദുൻ അലാ ഈമാനിഹി ഇല്ലാ സലബഹു. സ്വന്തം ഈമാനിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും അങ്ങേയറ്റത്തെ പേടിയുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കും ആ ഈമാൻ. വമാ ആമന അബ്ദുൻ അലാ ഈമാനിഹി, സ്വന്തം ഈമാനിനെ കുറിച്ച് ആർക്കെങ്കിലും വല്ലാത്ത നിർഭയത്വമാണ്, ഞാൻ സിറാത്തുൽ മുസ്തഖീമിൽ തന്നെയാണെന്നുള്ള വലിയ ബോധ്യത്തിലാണ് എപ്പോഴും അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇല്ലാ സലബഹു, അവനിൽ നിന്ന് ആ വിചാരത്തെ വലിച്ചൂരിക്കൊണ്ടിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല, എന്നെ വലിച്ചെടുത്തിരിക്കും എന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് മറുപടി കൊടുക്കുകയാണ്. അതുകൊണ്ട് ആ നിലയിൽ ജീവിതത്തിൽ വീണ്ടും വിചാരങ്ങൾ, റമളാനും അത്തരത്തിലാണ്. കൊല്ലം റമളാൻ വരുന്നത് അതുകൊണ്ടാണ്. ഒരു കൊല്ലം കഴിയുമ്പോഴേക്ക് നമ്മളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ ചിന്തകൾക്ക്, വ്യത്യസ്തമായ തോന്നലുകൾക്ക്, വ്യത്യസ്തമായ പ്രവർത്തന ഇടങ്ങൾക്കൊക്കെ കയറി വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് വീണ്ടും റമളാൻ വരികയാണ്. പക്ഷെ റമളാൻ നമ്മളെ ബാക്കി നിർത്തി. കം കുൻത തഅരിഫു മിമ്മൻ സാമ ഫീ സലഫിൻ മിൻ ബൈനി അഖ്ലിൻ വജീറാനിൻ വ ഇഖ്വാനി. കഴിഞ്ഞ കൊല്ലം നോമ്പെടുത്തിരുന്ന എത്ര പേരെ നിനക്കറിയാം? കവി ചോദിക്കുകയാണ്. മിൻ ബൈനി അഖ്ലിൻ, നിന്റെ കുടുംബക്കാർ. കഴിഞ്ഞ 365 ദിവസത്തിനിടയിൽ എത്ര പേര് മരിച്ചു? വജീറാൻ, നിന്റെ അയൽവാസികൾ. വ ഇഖ്വാനി, നിനക്കറിയാവുന്ന എത്രയോ പേര് മരിച്ചു. അഫ്നാഹുമുൽ മൗത്ത്, മരണം അവരെ തുലച്ചു കളഞ്ഞു. വസ്തബ്ഖാക ഹയ്യൻ, പക്ഷേ നിന്നെ മാത്രം ജീവിപ്പിച്ചു. അതിൽ വലിയൊരു പരീക്ഷണമുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ തുലച്ചു കളയാനോ നഷ്ടകാരിയാക്കാനോ സാധ്യതയുള്ള വലിയൊരു പരീക്ഷണമുണ്ട്. ആ പരീക്ഷണം തന്നെയാണ് റമളാനിന്റെ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തി നമ്മൾ മറികടക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ അതിൻ്റെ പാഠങ്ങൾ പഠിച്ച് അനുധാവനം ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സ്വഹാബിമാരുടെ ചരിത്രം കേട്ട് ആത്മഹർഷമുണ്ടാകുന്നതോടൊപ്പം അതിൻ്റെ പ്രായോഗിക മാതൃകകൾ കൂടി തേടി നടക്കുന്ന നല്ല സന്മനസ്സുകളിൽ
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കഴിവുകൾ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.